നമസ്കാരം. ഇന്ന് ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം സിംഗിൾ ഡയമെൻഷണൽ അറേ ഇൻ സി. സിംഗിൾ ഡയമെൻഷണൽ അറേ സിമിലർ ടൈപ്പ് ഡാറ്റയുടെ ഒരു കളക്ഷനാണ്. കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ഇൻ ലീനിയർ ഫാഷൻ. അതായത് അടുത്തടുത്ത മെമ്മറി ലൊക്കേഷനിൽ ഒരേ ടൈപ്പിലുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് ഒരു വേരിയബിളും അതിൻ്റെ ലൊക്കേഷൻ, അതായത് ഇൻഡെക്സും ഉപയോഗിച്ച് വാല്യൂസ് ആക്സസ് ചെയ്യുകയും അതുപയോഗിച്ച് നിരവധി ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യാൻ വേണ്ടി സി ലാംഗ്വേജിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡാറ്റ മോഡലിംഗ് ആണ് സിംഗിൾ ഡയമെൻഷണൽ അറേ. ഒരു ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ചിട്ടാണ് ഒരു അറേ വേരിയബിളിലുള്ള വാല്യൂസിനെ നമ്മൾ ആക്സസ് ചെയ്യുക. ഇൻഡെക്സ് വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലായിരിക്കും. ഒരു അറേയുടെ സൈസ് എന്ന് പറയുന്നത് അറേക്കുള്ളിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണത്തെയാണ്. എത്ര എണ്ണം സ്റ്റോർ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എന്തായാലും ഒരുപോലെയുള്ള ഡാറ്റ ഐറ്റംസ് മാത്രമേ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മെമ്മറി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. നാം എന്ത് ടൈപ്പ് ഡാറ്റ ടൈപ്പിലുള്ള അറേ ആണോ ഡിഫൈൻ ചെയ്യുന്നത്, ആ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണെന്ന് നമുക്ക് അറിയാം. ആ സൈസ് ഇൻറ്റു അറേ സൈസ്, ഇതിനെയാണ് ഒരു വൺ ഡയമെൻഷണൽ അറേയുടെ ആകെ മെമ്മറി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഏതൊരു ഡാറ്റ ടൈപ്പിനും ബേസിക് ഡാറ്റ ടൈപ്പുകൾക്കെല്ലാം തന്നെ എത്ര മെമ്മറി വേണമെന്ന് നമുക്കറിയാം. ഇൻറ്റീജർ എന്ന് പറയുന്നത് 2 ബൈറ്റ്, ചില കമ്പൈലറുകളിൽ അത് 4 ബൈറ്റ്, ഫ്ലോട്ടിന് 4 ബൈറ്റ്, അതുപോലെ തന്നെ ക്യാരക്ടറിന് 1 ബൈറ്റ്, ഇങ്ങനെ ലോങ് ഇൻറ്റിജർ, ഇങ്ങനെയുള്ള എല്ലാ ഡാറ്റ ടൈപ്സിൻ്റെയും സൈസ് എത്രയാണ് മെമ്മറിയിൽ വേണ്ടതെന്ന് നമുക്കറിയാം. ആ സൈസ് ഇൻറ്റു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ നമ്പർ ഓഫ് എലമെന്റ്സ്, ഇതായിരിക്കും ഒരു അറേയുടെ ടോട്ടൽ മെമ്മറി സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപോലെയുള്ള ഡാറ്റയെ അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തുകൊണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു മെമ്മറി വേരിയബിളിനെയാണ് സിംഗിൾ ഡയമെൻഷണൽ അറേ എന്ന് പറയുന്നത്. സിംഗിൾ ഡയമെൻഷണൽ അറേ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാമിൽ സാധാരണ ഡാറ്റ ടൈപ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് ഒപ്പം തന്നെ ഡാറ്റ ടൈപ്പും അറേ നെയിമും അറേ സൈസും കൊടുക്കേണ്ടതുണ്ട്. ഇത് മൂന്നും കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്. സിൻടാക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. എന്താണോ ഡാറ്റ ടൈപ്പ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ആദ്യം തന്നെ പറയണം. പിന്നെ അറേ നെയിമാണ്. ഇതൊരു വേരിയബിൾ കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇഷ്ടമുള്ള വേരിയബിൾ നെയിം നമുക്ക് കൊടുക്കാം. പ്രോഗ്രാമർക്ക് തന്നെ തീരുമാനിക്കാം. ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിനകത്ത് സൈസ് കൊടുക്കാം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിളിൽ ഇൻറ്റീജർ അറേ ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തു. മാർക്ക് എന്നാണ് അറേ നെയിം കൊടുക്കുന്നത്. 30 എന്നാണ് അറേ സൈസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഒരു അറേ 60 ബൈറ്റ്സ് മെമ്മറിയിൽ എടുത്തിട്ടാണ് അത് സേവ് ചെയ്യുക. ഇവിടെ ഇൻറ്റിജറിന് 2 ബൈറ്റ് എന്നാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളത്. ചില കമ്പൈലറുകളിൽ അത് 4 ബൈറ്റ് ആയിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ അടുത്തതായി ഒരു ഫ്ലോട്ട് സാലറി 10, ഒരു ഫ്ലോട്ട് അറേ ഡിഫൈൻ ചെയ്യുന്ന എക്സാമ്പിളാണ്. സാലറി എന്നാണ് അറേ നെയിം. 10 നമ്പർ ഓഫ് ഫ്ലോട്ട്സ് ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുക. 4 ബൈറ്റ്സ് ഈച്ച് ആണെങ്കിൽ ടോട്ടൽ 40 ബൈറ്റ്സ് മെമ്മറി ഇതിന് എടുക്കുകയും ചെയ്യും. ഒരു ക്യാരക്ടർ അറേ നെയിം 20, ക്യാരക്ടർ നെയിം 20, CHAR ഡാറ്റ ടൈപ്പ്, നെയിം അറേ നെയിം, 20 സൈസ്. ഇവിടെ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ക്യാരക്ടർ അറേസ് ഉപയോഗിക്കുക. ഒരാളുടെ പേരോ ഒരു ഐറ്റത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പേരോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ
ക്യാരക്ടർ അറേ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ സ്ട്രിംഗ് എന്നും വിളിക്കാറുണ്ട്. 21 ക്യാരക്ടറിന് 1 ബൈറ്റ് ആണ് മെമ്മറി സ്പേസ് വേണ്ടി വരിക. 20 ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് ഇതിന് 20 ബൈറ്റ്സ് മെമ്മറി സ്പേസ് എടുക്കുകയും ചെയ്യും. ലോങ് ഇൻറ്റ് അനദർ എക്സാമ്പിൾ, രജിസ്റ്റർ നമ്പർ 30. ഇവിടെ ലോങ് ഇൻറ്റിജറിന് 4 ബൈറ്റ് വീതമാണ് എടുക്കുക എന്ന് കണക്കാക്കിക്കൊണ്ട് 30 × 30 120 ബൈറ്റ്സ് ആയിരിക്കും ഇതിനു വേണ്ടി മെമ്മറി യൂട്ടിലൈസ് ചെയ്യുക. എങ്ങനെയാണ് ഒരു സിംഗിൾ ഡയമെൻഷണൽ അറേ ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത്. അറേസ് ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് അറേ വേരിയബിൾ ഡിക്ലറേഷൻ ആസ് ഫോളോസ്. അറേ നെയിം ഡിക്ലെയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് വാല്യൂസ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ സിൻടാക്സ് ഇവിടെ പറയുന്നുണ്ട്. ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്, നേരത്തെ എഴുതിയ സിൻടാക്സ് തന്നെ. ഈക്വൽ ടു, നമ്മൾ സാധാരണ വേരിയബിൾസിന് ഈക്വൽ ടു സൈൻ കൊടുത്ത് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇവിടെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് അറേയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഒരു കേളി ബ്രാക്കറ്റിനകത്ത് എലമെന്റ് 1, എലമെന്റ് 2, എലമെന്റ് 3 ആൻഡ് സോ ഓൺ. അവസാനം നമ്മളൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ സൈസ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് അത്രയും തന്നെ എലമെന്റ്സ് കോമായിട്ട് ഈ ബ്രാക്കറ്റിനകത്ത് കൊടുത്താൽ ആ ഓരോ ലൊക്കേഷനിലേക്കും ഈ ഓരോ എലമെന്റ്സിനെയും സ്റ്റോർ ചെയ്യുന്നതാണ്. അവസാനം സെമിക്കോളൻ. അപ്പം ഇതൊരു ഇനീഷ്യലൈസേഷൻ പ്രോസസ്സാണ്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇൻറ്റ് മാർക്ക് 5 ഈക്വൽ ടു 60, 65, 80, 75, 90. 5 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. 5 മാർക്കും കോമയിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് തന്നെയാണ്. മാർക്ക് എന്ന് പറയുന്ന അറേയിലേക്ക് ഈ 5 വാല്യൂസിനെയും സ്റ്റോർ ചെയ്യും. ഇങ്ങനെയായിരിക്കും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക. ഒരു മെമ്മറി മാപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ലൊക്കേഷനും കാണിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ഇവിടെ പറയുന്ന ടെക്നിക്കൽ നെയിം അറേ ഇൻഡെക്സ് എന്നാണ്. 0, 1, 2, 3, 4. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അറേ ഇൻഡെക്സ് ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം 0. ആദ്യത്തെ നമ്പർ 0th ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്യുക. രണ്ടാമത്തേത് ഫസ്റ്റ് ഇൻഡെക്സ് നമ്പർ 1. അങ്ങനെ പോകുന്നു. 5 നമ്പറുള്ള ഒരു അറേയിൽ അവസാനത്തെ ഇൻഡെക്സ് 4 ആയിരിക്കും. ഈ മെമ്മറി മാപ്പിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. 1 ഡയമെൻഷണൽ അറേയിൽ നിന്നുള്ള വാല്യൂസിനെ എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അറേ നെയിമും അതിൻ്റെ ഇൻഡെക്സ് വാല്യൂവും ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു അറേക്കകത്തുള്ള ഏതൊരു വാല്യൂവിനെയും ആക്സസ് ചെയ്യാൻ സാധിക്കും. സിൻടാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അറേ വേരിയബിൾ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇൻഡെക്സ്. അറേ വേരിയബിൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള അറേ വേരിയബിൾ ആണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആണ് സ്റ്റാർട്ടിങ് ഫ്രം 0. മാർക്സ് 0 ഈക്വൽ ടു 70. ഒരു 70 എന്ന് പറയുന്ന ഒരു മാർക്കിനെ 0th ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മാർക്സ് എന്നാണ് അറേ നെയിം. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്, അതായത് സ്കാൻഎഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒരു അറേ ഇൻഡെക്സ് അറേ എലമെന്റിനെ ഇൻപുട്ട് ചെയ്യുന്ന മെത്തഡാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. ആംപർസാൻഡ് മാർക്സ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1 കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂവിനെ ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒന്നാമത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ എക്സാമ്പിളിൽ കാണിച്ചിട്ടുള്ളത്. 3 എക്സാമ്പിളിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് ഒരു അറേ ഇൻഡെക്സിനെ വിവിധ സ്റ്റേറ്റ്മെന്റുകളിൽ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി കാണും. ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു കാര്യം നേരത്തെ പറഞ്ഞു, 5 എലമെന്റ് 5 സൈസുള്ള ഒരു അറേയിൽ അവസാനത്തെ ഇൻഡെക്സ് 4 ആയിരിക്കണം. ഈ 4ൽ കൂടിയ ഒരു ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ റൺ ടൈമിൽ ആയിരിക്കും എറർ കാണിക്കുക. പ്രോഗ്രാമിന്റെ കമ്പൈൽ ടൈമിൽ എററൊന്നും കാണിക്കില്ല. പക്ഷെ റൺ ടൈമിൽ ചിലപ്പോൾ മെമ്മറി ഔട്ട് ഓഫ് മെമ്മറി എന്തെങ്കിലും എറേഴ്സ് ഒക്കെ കാണിച്ച് കമ്പൈലറിനനുസരിച്ചുള്ള ഒരു എറർ മെസ്സേജ് നമുക്ക് കിട്ടും. കമ്പ്യൂട്ടർ സ്റ്റക്ക് ആവാനും സാധ്യതയുണ്ട്. മെമ്മറി ലൊക്കേഷനിൽ ഇല്ലാത്ത വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പാടില്ല. അത് പ്രോഗ്രാമർ പ്രത്യേകം ശ്രദ്ധ എടുക്കേണ്ട വിഷയമാണ്. ചെറിയ പ്രോഗ്രാമിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് നമുക്ക് മനസ്സിലാക്കാം. സം ആൻഡ് ആവറേജ് ഓഫ് എൻ അറേ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയുള്ള ഇൻക്ലൂഡ് stdio.h void main int I, sum, number 10. ഇവിടെ ഒരു ഐ വേരിയബിൾ ഉപയോഗിക്കുന്നു ഫോർ ഇൻഡെക്സ് വാല്യൂ. ഇൻഡെക്സ് വാല്യൂവിനെ 0 മുതൽ
നമ്മൾ എത്ര വാല്യൂസാണ് സ്റ്റോർ ചെയ്യുന്നത് അത്ര വരെ വേരി ചെയ്യാനായിട്ട് ആണ് ഐ വാല്യൂ വേരിയബിൾ ഉപയോഗിക്കുന്നത്. ഇൻഡെക്സ് വേരിയബിളിൻ്റെ ആയതുകൊണ്ടാണ് അതിന് ഐ എന്ന് പേര് കൊടുക്കുന്നത്. സാധാരണ അങ്ങനെയാണ് ഐ ആണ് കൊടുക്കാറുള്ളത്, ബിക്കോസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇൻഡെക്സ് വേരിയബിൾ. സമ്മ് കാണാനായിട്ടൊരു വേരിയബിൾ, അത് ഇൻറ്റിജർ തന്നെയാണ്. നമ്പർ എന്ന് പറയുന്ന അറേ 10 എലമെന്റ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു അറേ. ഫ്ലോട്ട് ആവറേജ് എന്ന് പറയുമ്പോൾ അത് ആവറേജ് കാണാനായിട്ടുള്ള ഒരു വേരിയബിളാണ്, അത് ഫ്ലോട്ടാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പ്രിന്റ് ഓഫ് എൻ്റർ 10 നമ്പേഴ്സ്, 10 നമ്പറിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അറേ പ്രോഗ്രാമിങ്ങിൽ വളരെ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത് ഫോർ ലൂപ്പാണ്, ബിക്കോസ് ഇൻഡെക്സ് വാല്യൂ ഈസ് ഓൾവേസ് സ്റ്റാർട്ടിങ് ഫ്രം 0 to a number. ഇവിടെ നോക്കുക, ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നത് ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. 9 വരെ ഇൻക്രിമെന്റ് ചെയ്യുന്ന ഒരു ലൂപ്പാണ് ഇത്. ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 9 വരെ മാത്രമേ ഐ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യുകയുള്ളൂ. 10 ആകുന്ന മുറയ്ക്ക് ഈ ഫോർ ലൂപ്പ് എക്സിറ്റ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഒരു കൂടി സ്കാൻഎഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്, %t ആമ്പർസാൻഡ് നമ്പർ ഐ. അപ്പോൾ നമുക്ക് ഈ ലൂപ്പിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റ് സ്കാൻഎഫ് ആണ്, ഫംഗ്ഷൻ സ്കാൻഎഫ് ആണ്. ഈ ഫംഗ്ഷൻ 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ കാണുന്നത്. 10 നമ്പറിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. സം വേരിയബിളിന് 0 ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്. വീണ്ടും നമ്മൾ സം കാണാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ വാല്യൂ മുതൽ സമ്മിലേക്ക് ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ലൂപ്പിനകത്ത് കൊടുക്കുന്നത്. സം ഈക്വൽ ടു സം പ്ലസ് നമ്പർ ഐ. ആദ്യത്തെ നമ്പറിനെ ആഡ് ചെയ്യും സമ്മിലേക്ക്, രണ്ടാമത്തെ നമ്പറിനെ ആഡ് ചെയ്യും, അങ്ങനെ 10 നമ്പറിനെയും ആഡ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് വരുമ്പോൾ ആവറേജ് കാണുന്നു. ആവറേജ് ഈക്വൽ ടു AVG ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ 10.0. എന്താണ് 10.0 കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. സം ബൈ 10 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ 2 വേരിയബിൾസ് ഇൻറ്റിജർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും ഒരു ഇൻറ്റിജർ ആയിരിക്കും എന്നാണ് സി ലാംഗ്വേജിന്റെ റൂള്. സം ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്ലോട്ട് ആൻസർ കിട്ടണമെന്നില്ല, ഒരു ഇൻറ്റിജർ ആൻസർ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രാക്ഷണൽ പാർട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആവറേജ് ആകുമ്പോൾ എന്തായാലും ഒരു ഫ്രാക്ഷണൽ പാർട്ട് കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഫ്ലോട്ട് ഡിവിഷനും ഫ്ലോട്ട് ആൻസറും തന്നെ കിട്ടണം. അതിനുവേണ്ടി ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ടെക്നിക്കാണ് 10.0 കൊടുത്തിരിക്കുന്നു. സമ്മ് ഇൻറ്റിജർ ആണെങ്കിലും ഡിനോമിനേറ്റർ 10.0 ഫ്ലോട്ട് ആയതുകൊണ്ട് അത് പ്രോസസ്സിന് ശേഷം, കാൽക്കുലേഷന് ശേഷം കിട്ടുന്ന വാല്യൂ ഫ്ലോട്ട് ആയിരിക്കും. അത് AVGയിലേക്ക് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഫോർ ലൂപ്പിനകത്ത് സമ്മ് കിട്ടിയിരിക്കുന്നു, അതിൻ്റെ പുറത്ത് ആവറേജ് കിട്ടിയിരിക്കുന്നു. അതിനെ രണ്ടിനെയും നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് സം ഈക്വൽ ടു %d എന്ന് പറയുമ്പോൾ ആ സ്ഥാനത്ത് സം പ്രിന്റ് ചെയ്യും. ആവറേജ് ഈക്വൽ ടു %f. %f സ്ഥാനത്ത് AVGയുടെ വാല്യൂവും പ്രിന്റ് ചെയ്യും. ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഒരു ചെറിയ പ്രോഗ്രാമിലൂടെ ഒരു അറേ എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, ഒരു അറേ എങ്ങനെ പ്രോസസ് ചെയ്യാം എന്നീ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതിലൂടെ ഒരു ചെറിയ പ്രോഗ്രാമും ഇവിടെ പഠിച്ചിരിക്കുകയാണ്. ഒരു പ്രോഗ്രാം കൂടി നോക്കാം. ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഓഫ് ആൻ അറേ. ഒരു അറേയിലുള്ള ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ രണ്ടും ഒരുമിച്ച് കണ്ടുപിടിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സാധാരണ ചെയ്യുന്നത് പോലെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നു. വേരിയബിൾ ഡിക്ലറേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ഐ ഫോർ ഇൻഡെക്സ് വേരിയബിൾ, ലാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ, സ്മോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മറ്റൊരു വേരിയബിൾ, അറേ വേരിയബിൾ, നമ്പർ. 10 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുന്നു. തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ്. അതിനുശേഷം ഫസ്റ്റ് നമ്പറിനെ ലാർജിലേക്ക് അസൈൻ ചെയ്യുന്നു. ആദ്യത്തെ നമ്പർ തന്നെയാണ് ലാർജ് എന്ന് അസൈൻ ചെയ്യുന്നു. സാധാരണ ലാർജും സ്മോളും കാണുന്ന ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അസൈൻ ദ ഫസ്റ്റ് നമ്പർ ആസ് ലാർജ്. അതുപോലെ തന്നെ സ്മോൾ ആയിട്ടും അസൈൻ ചെയ്യുകയാണ്. അസൈൻ ദ ഫസ്റ്റ് നമ്പർ ആസ് സ്മോൾ. ഒരുപക്ഷെ അത് തന്നെ സ്മോളും ലാർജും ആയിക്കൊള്ളണമെന്നില്ല. തുടർന്നുള്ള പ്രോസസ്സിൽ ശരിയായ ലാർജും സ്മോളും കിട്ടുന്നു. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ ലാർജിലേക്കും ആദ്യത്തെ നമ്പറിനെ തന്നെ സ്മോളിലേക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് ഈ റിപ്പീറ്റിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്നത്. എന്താണ് റിപ്പീറ്റിംഗ് പ്രോസസ്സിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ ഐ ഈക്വൽ ടു 1, ഐ ലെസ് ദാൻ 10, ഐ പ്ലസ് പ്ലസ്.
ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇഫ് നമ്പർ ഐ ഗ്രേറ്റർ ദാൻ ലാർജ്. ഇവിടെ ലൂപ്പ് ശ്രദ്ധിക്കുക, ഐ ഈക്വൽ ടു 0 തുടങ്ങുന്നത്, ഐ ഈക്വൽ ടു 1 ആണ് തുടങ്ങുന്നത്. കാരണം ആദ്യത്തെ നമ്പർ, ഒന്നാമത്തെ ഇൻഡെക്സിലുള്ള നമ്പർ മുതലാണ് നമ്മളിനി കമ്പാരിസൺ ആരംഭിക്കുന്നത്. കാരണം ആ 0th നമ്പർ നമ്മൾ സ്മോളിലേക്കും ലാർജിലേക്കും ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചു. ആ നമ്പറും സ്റ്റോർ ചെയ്ത് വെച്ച 0th നമ്പറും ലാർജുമായിട്ടുള്ള കമ്പാരിസൺ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇഫ് നമ്പർ ഐ എന്ന് പറയുന്നത് ഒന്നാമത്തെ നമ്പർ ഗ്രേറ്റർ ദാൻ ലാർജ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ ലാർജിലേക്ക് സ്റ്റോർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ലാർജ് ഈക്വൽ ടു നമ്പർ ഐ. ഇതേ കാര്യം തന്നെ സ്മോളിന്റെ കാര്യത്തിൽ നോക്കും. നമ്പർ ഐ ലെസ് ദാൻ സ്മോൾ, സ്മോളിനേക്കാളും ചെറുതാണെങ്കിൽ ആ നമ്പറിനെ സ്മോളിലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ വർക്ക് ചെയ്യുകയുള്ളൂ. എന്തായാലും ലാർജിന്റെയും സ്മോളിന്റെയും വാല്യൂ, ഏതിന്റെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ഈ സമയത്ത് ചേഞ്ച് ആയി കാണും. ഇതിനുശേഷം നമ്മൾ അടുത്ത നമ്പറിലേക്ക് ചെക്കിംഗ് കൊണ്ടുപോവുകയാണ്. അതിനുവേണ്ടി ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ എടുക്കുകയും ആ വാല്യൂവിനെ ഇതുപോലെ തന്നെ ലാർജുമായിട്ടും സ്മോളുമായിട്ടും കമ്പയർ ചെയ്യുകയും ചെയ്യും. ഓരോ തവണയും ലാർജിന്റെയും സ്മോളിന്റെയും വാല്യൂ ഒരുപക്ഷെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ ചേഞ്ച് ആകും. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലുത് കാണുമ്പോൾ വലുതിലേക്ക് വാല്യൂ മാറ്റുകയും ചെറുത് കാണുമ്പോൾ ചെറുതിലേക്ക് വാല്യൂ മാറ്റുകയും ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സ് അവസാനത്തെ നമ്പർ എടുത്ത് ചെയ്യുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാർജും സ്മോളും കിട്ടിക്കാണും. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. പ്രിന്റ് ഓഫ് ലാർജസ്റ്റ് ഈക്വൽ ടു പെർസെൻറ്റേജ് ടി ലാർജ്, സ്മോളസ്റ്റ് ഈക്വൽ ടു പെർസെൻറ്റേജ് ടി സ്മോൾ. മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. ഒരു പ്രോഗ്രാം കൂടി നമുക്ക് നോക്കാം. സെപ്പറേറ്റ് ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. ഒരു അറയിൽ നിന്നും ഓഡ് ആൻഡ് ഈവൻ നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഇവിടെ ഒരു മാസ്റ്റർ അറേ ഉണ്ട്. ആ മാസ്റ്റർ അറയിൽ നിന്നും ഓഡ് എന്ന് പറയുന്ന ഒരു അറയിലേക്ക് ഓഡ് നമ്പേഴ്സിനെ മാറ്റും, ഈവൻ എന്ന് പറയുന്ന അറയിലേക്ക് ഈവൻ നമ്പേഴ്സിനെയും മാറ്റും. അതായത് 3 അറേ ഒരുമിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. നോക്കുക, ഡിക്ലറേഷൻസ്: ഐ ഫോർ ഇൻഡെക്സ് വേരിയബിൾ മാസ്റ്റർ അറേ, O another index variable for odd array, E another index variable for even array. നമ്പർ എന്ന് പറയുന്നതാണ് ഇവിടെ മാസ്റ്റർ അറേ, ഓഡ് എന്ന് പറയുന്നത് ഓഡ് അറേ, ഈവൻ എന്ന് പറയുന്നത് ഈവൻ അറേ. 3 അറേ ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നു. നമ്പർ എന്ന് പറയുന്നത് 10 ആണ് സൈസ്, ഓഡിനും ഈവനും 10 തന്നെ സൈസ് കൊടുത്തിരിക്കുന്നു. കാരണം അതിൽ വരാവുന്ന മാക്സിമം നമ്പർ ഓഫ് വാല്യൂസ് 10 ആണ്. ചിലപ്പോൾ അത്രയും വാല്യൂസ് വരണമെന്ന് നിർബന്ധവുമില്ല, പക്ഷേ 10 വരെ അവിടെയും വരാം. അതുകൊണ്ട് അതിന്റെ രണ്ടിന്റെയും സൈസ് 10 തന്നെ കൊടുത്തിരിക്കുന്നു. പതിവ് പോലെ 10 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. മാസ്റ്റർ അറേയിലേക്കാണ് 10 നമ്പേഴ്സിനെയും നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഓഡ് അറേയുടെ ഇൻഡെക്സ് വാല്യൂ 0 ആക്കുന്നു, ഈവൻ അറേയുടെ ഇൻഡെക്സ് വാല്യൂ 0 ആക്കുന്നു. കാരണം നമ്മൾ കോപ്പി ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ 0യിൽ നിന്നാണ് കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ ഓഡ് അറേയിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഓഡ് ഇൻഡെക്സ് ഉപയോഗിക്കും, ഇൻഡെക്സ് O. ഈവൻ അറേയിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഇൻഡെക്സ് E ഉപയോഗിക്കും. അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആദ്യത്തെ നമ്പർ എടുത്ത് നമ്മൾ ഓഡാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ സൂട്ടബിൾ ആയ അറേയിലേക്ക് കോപ്പി ചെയ്യും. അതിനുവേണ്ടി ഒരു ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നു. കാരണം 10 നമ്പറും ഇതുപോലെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ നമ്പറിനെ ചെക്ക് ചെയ്യുന്നു. ഇഫ് നമ്പർ ഐ മോഡ് 2 ഈക്വൽ ടു 0. അപ്പൊ നമ്പർ ഐ എന്ന് പറയുന്നത് ഈ കേസിൽ നമ്പർ 0 എന്ന് മാറും. ആദ്യത്തെ നമ്പർ ആയിരിക്കും എടുക്കുക. അത് ഓഡാണോ എന്ന് നോക്കും, ഈവൻ ആണോ എന്ന് നോക്കും. ഈവൻ ആണെങ്കിൽ മോഡ് 2 ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ വർക്ക് ചെയ്യും. ഈവൻ ഇ, ഈവൻ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇ ഈക്വൽ ടു നമ്പർ ഐ. ഇപ്പോഴുള്ള നമ്പറിനെ ഈവൻ എന്ന് പറയുന്ന അറേയിലേക്ക് സ്റ്റോർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈവൻ അറേയുടെ ഇൻഡെക്സ് വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യും. കാരണം അടുത്ത തവണ കോപ്പി ചെയ്യുമ്പോൾ അടുത്ത ലൊക്കേഷനിലേക്കാണ് കോപ്പിയിങ് നടക്കേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ തന്നെ ഇ എന്ന് പറയുന്ന ഇൻഡെക്സ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്തു വെച്ചിരിക്കുന്നു. വീണ്ടും അങ്ങനെ അല്ലെങ്കിൽ നമ്പർ ഓഡ് നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഓഡ് നമ്പർ. എന്താണ് ഓഡ് നമ്പർ ആണെങ്കിൽ ചെയ്യേണ്ടത്? ഓഡ് O ഈക്വൽ ടു നമ്പർ ഐ. നമ്പറിനെ ഓഡ് അറേയിലേക്ക് കോപ്പി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓഡ് അറേയുടെ ഇൻഡെക്സിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു O++. അപ്പോൾ ഇങ്ങനെ
ഏത് അറയിലേക്കാണോ കോപ്പി ചെയ്യുന്നത് അതേസമയം തന്നെ അതിൻ്റെ ഇൻഡെക്സ് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകുകയും അടുത്ത നമ്പറിനെ എടുക്കുകയും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ 10 നമ്പറിനെയും ചെക്ക് ചെയ്യുന്നു. സൂട്ടബിളായ കണ്ടീഷൻ അനുസരിച്ച്, ഈഫിന് അനുസരിച്ച് ഏതാണോ ഏത് അറയിലേക്കാണോ കോപ്പി ചെയ്യേണ്ടത് ആ അറയിലേക്ക് കോപ്പി ചെയ്യുകയും ചെയ്യും. അതിനുശേഷം നമ്മളതിനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ഓഡ് നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യാൻ ഒരു ലൂപ്പ് ഫോർ i equal to 0, i less than o. o എന്ന് പറയുന്നത് ഈ സമയത്ത് എത്ര നമ്പറിനെ കോപ്പി ചെയ്തുവോ അത്രയും ആയിരിക്കും o എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ ഓഡിന്റെ ഇൻഡെക്സ് എത്രയാണ്, മാക്സിമം ഇൻഡെക്സ് എന്ന് പറയുന്നത് o ആയിരിക്കും. അതുകൊണ്ടാണ് i less than o എന്ന് എഴുതിയിരിക്കുന്നത്. 0 അല്ല, i less than o എന്നാണ്. അതിനെ പ്രിന്റ് ചെയ്യുന്നു, ഓഡ് അറേ പ്രിന്റ് ചെയ്യുന്നു. സിമിലർലി ഈവൻ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യുകയാണ്. അവിടെ i equal to 0, i less than e എന്നാണ് കൊടുത്തിട്ടുള്ളത്. e എന്ന് പറയുന്നത് ഈവൻ അറേയുടെ മാക്സിമം ഇൻഡെക്സ് വാല്യൂ ഈ സമയത്ത് ഇയിലുണ്ടാകും. അതുവരെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പാണ് പ്രിന്റ് ഓഫ് ഈവൻ i. അപ്പോൾ ഓഡ് നമ്പേഴ്സ് ആദ്യം പ്രിന്റ് ചെയ്യും, അതിനുശേഷം ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ചെയ്യും. രണ്ടും സെപ്പറേറ്റ് അറയിലാണ് ഇപ്പോൾ ഉള്ളത്. മാസ്റ്റർ അറയിലുള്ള നമ്പേഴ്സിനൊന്നും സംഭവിച്ചിട്ടില്ല. ആ നമ്പേഴ്സും അതിൽ തന്നെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനോടൊപ്പം തന്നെ അതിനെ കൂടി പ്രിന്റ് ചെയ്യിക്കാം. അങ്ങനെയാണെങ്കിൽ ഫോർ ലൂപ്പിൽ i less than 10 എന്നാണ് കൊടുക്കേണ്ടത്. എൻഡ് ഓഫ് മെയിൻ. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. ഈ പ്രോഗ്രാം തന്നെ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാം, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്. ഓഡ് സം, ഈവൻ സം, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ സം മാത്രമായിട്ട് കാണാൻ പറയും, ഈവൻ നമ്പേഴ്സിന്റെ സം മാത്രമായിട്ട് കാണാൻ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടും അറയിലേക്ക് സ്റ്റോർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. അല്ലാതെയും സമ്മ് കാണാം. ഇവിടെ കോപ്പി ചെയ്യുന്നതിന് പകരം അത് സമ്മ് കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി മാറ്റിയാൽ മതി. അതുപോലെ ലാർജസ്റ്റ് ഈവൻ കാണണമെങ്കിൽ ഉപയോഗിക്കാം, ലാർജസ്റ്റ് ഓഡ് കാണണമെങ്കിൽ ഇതേ പ്രോഗ്രാം തന്നെ ഉപയോഗിക്കാം. ആദ്യം നമ്മൾ വാല്യൂസിനെ 2 അറയിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കോപ്പി ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ലാർജസ്റ്റ് കാണാനായിട്ടുള്ള ലോജിക് ഉപയോഗിച്ചുകൊണ്ട് ഈവൻ അറയിലുള്ള ലാർജസ്റ്റ് കാണാം, ഓഡ് അറയിലുള്ള ലാർജസ്റ്റ് കാണാം. കൗണ്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓഡും ഈവനും കൗണ്ട് ചെയ്യാനും ഇതേ പ്രോഗ്രാം തന്നെ ഉപയോഗിക്കാം. ഇവിടെ ഓഡ് കൗണ്ട് ഓയിലും ഈവൻ കൗണ്ട് ഈയിലുമാണ് സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വാല്യൂവിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും 2 കേസിലും കൗണ്ടായിട്ട് നമുക്ക് കിട്ടുക. അത് വേണമെങ്കിൽ ഈ പ്രോഗ്രാം ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് ഈ ലോജിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിംഗിൾ ഡയമെൻഷണൽ അറേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് സോർട്ടിംഗ്. സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ കുറേ നമ്പേഴ്സിനെ ഒരു അസെൻഡിങ്ങിലേക്കോ ഡിസെൻഡിങ്ങിലേക്കോ മാറ്റുന്നതിനെയാണ് സോർട്ടിംഗ് എന്ന് പറയുക. നമുക്ക് 2 തരത്തിലും സോർട്ട് ചെയ്യാം, അസെൻഡിങ് ഓർഡർ സോർട്ടിംഗ്, ഡിസെൻഡിങ് ഓർഡർ സോർട്ടിംഗ്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ പ്രോഗ്രാമിലുള്ളൂ. ഈ വാല്യൂസ് കുറച്ച് ഇൻപുട്ട് ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഒരു പ്രത്യേക ഓർഡറിലേക്ക് മാറ്റുന്നു, പർട്ടിക്കുലർ ഓർഡറിലേക്ക് മാറ്റുന്നു. ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു, ഡിസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റുന്നു, വിത്തൗട്ട് യൂസിങ് അനദർ അറേ. ആ അറയിൽ തന്നെ വാല്യൂസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടാണ് സോർട്ടിംഗ് അൽഗോരിതംസ് വർക്ക് ചെയ്യുന്നത്. ഒത്തിരി അൽഗോരിതംസ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ബബിൾ സോർട്ടിംഗ്. ഇവിടെ ഓരോ പാസിലും, ഒരു പാസിൽ എന്ന് പറയുമ്പോൾ ഒരു പാസ് എന്ന് പറയുന്നത് ആദ്യം മുതൽ അവസാനം വരെ മൂവ് ചെയ്യുന്നതിനെയാണ്. ഒരു പാസിൽ 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുകയും അത് വേണ്ട രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു എലമെന്റിനെ ടോപ്പ് പൊസിഷനിൽ എത്തിക്കുന്ന ഒരു അൽഗോരിതമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഓരോ പാസിലും ഒരു ലൊക്കേഷൻ കറക്റ്റ് സോർട്ടഡ് നമ്പർ എത്തിക്കാണും ഏതെങ്കിലും ഒരു അറ്റത്ത്. രണ്ടാമത്തെ പാസിൽ രണ്ടാമത്തെ ലൊക്കേഷൻ അത് സോർട്ടഡ് ആയി കാണും. മൂന്നാമത്തെ പാസിങ്ങിൽ അടുത്ത നമ്പർ സോർട്ട് ചെയ്ത് കാണും. അങ്ങനെ 10 നമ്പർ ഉണ്ടെങ്കിൽ 9 പാസിങ്ങിൽ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും സോർട്ട് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള ഒരു അൽഗോരിതമാണ് ബബിൾ സോർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ബബിൾ പോലെ ലാർജസ്റ്റ് വാല്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഈ പേര് ഇതിന് കൊടുത്തിട്ടുള്ളത്. n-1 പാസ് വേണ്ടി വരും കംപ്ലീറ്റ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. n എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ അറേ ആണ്. ഓരോ പാസിലും അടുത്തടുത്തുള്ള വാല്യൂസ് ആണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ 0
നമ്പർ ഇനി 0th ഇൻഡെക്സിലുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള വാല്യൂ ആയിട്ടായിരിക്കും കമ്പാരിസൺ നടക്കുക. ഫസ്റ്റ് ഇൻഡെക്സ് എടുക്കുമ്പോൾ സെക്കൻഡ് ഇൻഡെക്സിലുള്ള വാല്യൂ ആയിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. ഒരു പ്രാവശ്യം കമ്പയർ ചെയ്യുന്നതിനോടൊപ്പം അത് ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്ന് നോക്കിക്കൊണ്ട്, ഏതാണെന്ന് അസെൻഡിങ്ങിനും ഡിസെൻഡിങ്ങിനും അനുസരിച്ച് നമുക്ക് ഗ്രേറ്റർ ദാനും ലെസ് ദാനും മാറി മാറി ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തുകൊണ്ട് ആ വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യൂസിനെ സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണാം. ഇവിടെ ഓരോ പാസിലും നടക്കുന്ന പ്രോസസ്സാണ്. നോക്കുക, നമ്മൾ ലിമിറ്റ് മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചു. ആദ്യം 9 എന്ന് പറയുന്ന നമ്പർ ഇവിടെ സോർട്ടഡ് പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. 8 എത്തിക്കഴിഞ്ഞു. അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പാസിലും ആദ്യത്തെ നമ്പർ മുതൽ സോർട്ട് ചെയ്ത് കഴിഞ്ഞ നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള പൊസിഷൻ വരെ നമ്മൾ പോവുകയാണ്. 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നു, വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അറേ സോർട്ടഡ് ആയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഓരോ പാസിലും കമ്പാരിസൺ നടത്തിക്കൊണ്ട് സോർട്ട് ചെയ്യുന്ന ഒരു അൽഗോരിതമാണ് ബബിൾ സോർട്ടിംഗ്. അതിന്റെ പ്രോഗ്രാമിലേക്ക് വരികയാണ്. എങ്ങനെയാണ് ബബിൾ സോർട്ടിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കാണാം. ഒരു ഹെഡർ ഫയൽ ഉപയോഗിച്ചിരിക്കുന്നു. മെയിൻ ഇവിടെ ij 2 വേരിയബിൾ ഉണ്ട്. കാരണം ഓരോ പാസിലും നമുക്ക് n-1 പാസസ് വേണം. ഓരോ പാസിലും ആദ്യം മുതൽ അവസാനം വരെ പോകുന്ന മറ്റൊരു ഇൻഡെക്സ്, അവസാനം വരെയല്ല, സോർട്ട് ചെയ്ത നമ്പർ വരെ പോകുന്ന മറ്റൊരു ഇൻഡെക്സ് വാല്യൂ കൂടി വേണം. അപ്പോൾ i എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാസസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഡെക്സ് വേരിയബിൾ ആണ്. j എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത പൊസിഷൻ മുതൽ സോർട്ട് ചെയ്ത നമ്പർ വരെ, സോർട്ട് ചെയ്ത് കിട്ടിയ ആ നമ്പറിന്റെ പൊസിഷന് തൊട്ട് മുമ്പ് വരെ പോകുന്ന മറ്റൊരു ഇൻഡെക്സ് വേരിയബിൾ ആണ്. ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ വാല്യൂ ഇന്റർചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ്. അറേ 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാവുന്ന അറേ. ഇവിടെ 10 നമ്പേഴ്സിനെ സോർട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ആദ്യം തന്നെ 10 നമ്പേഴ്സിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു. സ്കാൻ ഓഫ് %d ഉപയോഗിച്ചുകൊണ്ട് 10 നമ്പേഴ്സിന് ഇൻപുട്ട് ചെയ്യുന്ന ഫോർ ലൂപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോർട്ടിംഗ് അതിനുശേഷം നമ്മൾ ആരംഭിക്കുകയാണ്. 10 നമ്പേഴ്സും ഇപ്പോൾ അറേയിൽ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിനെ സോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റുകളിലൂടെ മനസ്സിലാക്കുക. ആദ്യത്തേത് നോക്കുക, നമ്പർ ഓഫ് പാസസ്. നമ്മൾ പറഞ്ഞു n-1 പാസസ് വേണം. അതുകൊണ്ട് തന്നെ 10 ആണ് അറേയുടെ സൈസ്. അപ്പോൾ i = 0, i <9, i++. അത്രയും നമ്പർ ഓഫ് പാസസ് ആണ് നമുക്ക് വേണ്ടത്. ആ ലൂപ്പിനകത്ത് ഓരോ പാസിലും രണ്ടാമത്തെ അടുത്ത നമ്പർ മുതൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ലൂപ്പാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. for j = 0, j <9 - i. ആദ്യത്തെ പാസിൽ നമ്മൾ അവസാനം വരെ തന്നെ പോകണം. കാരണം i വാല്യൂ 0 ആണ്. 9 - i 9 ആയിരിക്കും. ഇപ്പോൾ 9 വരെ തന്നെ പോകുന്ന ഒരു ലൂപ്പാണ്. ഫസ്റ്റ് പാസിൽ ആദ്യത്തെ നമ്പർ മുതൽ അവസാനത്തെ നമ്പർ വരെ പോകും. പക്ഷെ അടുത്ത പാസ് മുതൽ നമ്മൾ പോകുന്ന പൊസിഷൻ 1 വീതം കുറഞ്ഞു വരും. കാരണം 9 - i എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 9 - 1 എന്നായിരിക്കും അടുത്ത തവണ വരുമ്പോൾ ലൂപ്പിൽ ഫിനിഷ് ചെയ്യുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള പൊസിഷനിൽ അവസാനിക്കും. കാരണം എന്താണ്, നമ്മളുടെ സോർട്ടിങ് അവിടുത്തെ നമ്പർ സോർട്ട് ചെയ്ത് കാണും. ലാസ്റ്റ് ലൊക്കേഷനിലെ നമ്പർ സോർട്ട് ചെയ്ത് കാണും. പിന്നെ അവിടം വരെ പോകേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് 9 - i ആണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ കാണിച്ച ആനിമേഷനിൽ നിന്ന് ഈ ലൂപ്പ് ഇങ്ങനെ എഴുതാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാം. സംശയമുണ്ടെങ്കിൽ ആനിമേഷൻ ഒന്നുകൂടി നോക്കിയാൽ മതി. അതിനുശേഷം ആ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ് ഇത്രയുമേ ഉള്ളൂ. 2 നമ്പേഴ്സിനെ കമ്പയർ ചെയ്യുന്നു. അതായത് jth പൊസിഷനിലുള്ള നമ്പറും j+1 പൊസിഷനിലുള്ള നമ്പറുമാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തവണ ചെക്ക് ചെയ്യുന്നത് 0th പൊസിഷനിലുള്ളതും ഫസ്റ്റ് പൊസിഷനിലുമുള്ള നമ്പേഴ്സ് ആയിരിക്കും. വീണ്ടും ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ളതും രണ്ടാമത്തെ പൊസിഷനിലുള്ളതും കമ്പയർ ചെയ്യും. വീണ്ടും രണ്ടാമത്തെ പൊസിഷനിലുള്ളതും മൂന്നാമത്തെ പൊസിഷനിലുള്ളതും കമ്പയർ ചെയ്യും. അങ്ങനെ 9 - i വരെയുള്ള ആ പൊസിഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അവസാനം ചെക്ക് ചെയ്യുന്നത് 8th പൊസിഷനിലുള്ള നമ്പറും 9th പൊസിഷനിലുള്ള നമ്പറുമായിരിക്കും ഈ സമയത്ത് കമ്പാരിസൺ നടക്കുക. അതാണ് ഫസ്റ്റ് പാസ് എന്ന് നമ്മൾ പറയുന്നത്.
അതിനുശേഷം നമ്മൾ അടുത്ത ഫാസിലേക്ക് പോവുകയും ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ ചെയ്യുന്ന പ്രോസസ് ഇന്റർചേഞ്ചിങ് ആണ്. ഈ രണ്ട് വാല്യൂസിനെയും ഇന്റർചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ടെമ്പ് ഈക്വൽ ടു അറേ ഓഫ് ജെ. അറേ ഓഫ് ജെയും അറേ ഓഫ് ജെ പ്ലസ് വണ്ണുമാണ് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യേണ്ടത്. അറേ ഓഫ് ജെയെ നമ്മൾ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത അതേ ലൊക്കേഷനിലേക്ക് അറേ ഓഫ് ജെ പ്ലസ് വൺ സ്റ്റോർ ചെയ്യുന്നു. അതായത് 0th പൊസിഷനിലുള്ളത് ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യും. 0th പൊസിഷനിലേക്ക് ഫസ്റ്റ് പൊസിഷനിലുള്ളത് സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് പൊസിഷനിലേക്ക് നേരത്തെ 0th പൊസിഷനിലെ വാല്യൂ ആണ് ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ വാല്യൂ ഫസ്റ്റ് പൊസിഷനിലേക്ക് കോപ്പി ചെയ്യും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ അറേ ഓഫ് ജെ പ്ലസ് വൺ ഈക്വൽ ടു ടെമ്പ്. ഒരു ടെമ്പററി ആയിട്ട് ഒരു ലൊക്കേഷനിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള ഇന്റർചേഞ്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെയും ചില ലോജിക്കുകളൊക്കെ ഉണ്ട്. ഏറ്റവും എളുപ്പം മനസ്സിലാക്കാവുന്ന ഒരു ഇന്റർചേഞ്ച് ലോജിക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ട് വാല്യൂസ്, ഒരു അറേയിലുള്ള രണ്ട് വാല്യൂസിനെ ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇന്നർ ലൂപ്പിനെ ക്ലോസ് ചെയ്യുന്നു. അതായത് ഫസ്റ്റ് പാസിൽ തന്നെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫസ്റ്റ് പാസിൽ ഒന്നിൽ കൂടുതൽ തവണ നമ്പേഴ്സിനെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തെ രണ്ട് നമ്പർ ഇപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി 1ഉം 2ഉം കമ്പയർ ചെയ്യാനാണ് പോകുന്നത്. ഈ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇന്നർ ഫോർ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. ജെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ജെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ അറേ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ അറേ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1ഉം 2ഉമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വാല്യൂസ് കമ്പയർ ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് വേണമെങ്കിൽ നടക്കും. ഇങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ലൊക്കേഷനിലും ഉള്ള വാല്യൂസിനെ കമ്പയർ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സ്ചേഞ്ചിങ് നടക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് വാല്യൂ ആയിരിക്കും റൈറ്റ് സൈഡിലുള്ളത്, അങ്ങനെ ജെത്ത് പൊസിഷനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുകയില്ല. അങ്ങനെ ഈ എക്സ്ചേഞ്ച് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അറേ ഓഫ് ജെ വലുതാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0th പൊസിഷനിലുള്ളത് വലുതാണെങ്കിൽ അതിനെ തൊട്ടടുത്ത പൊസിഷനിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്പർ 9 ആണെങ്കിൽ 9, രണ്ടാമത്തെ നമ്പർ 8 ആണെങ്കിൽ 9ഉം 8ഉം കൂടി എക്സ്ചേഞ്ച് ചെയ്യും. 9 അടുത്ത ലൊക്കേഷനിലേക്ക് വരും. അങ്ങനെ 9നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോകും. ഏറ്റവും വലിയ നമ്പർ 9 ആണെങ്കിൽ 9നെ ബബിൾ ചെയ്താണ് ഈ ലൂപ്പ് മുന്നേറുക. അവസാനമാകുമ്പോൾ 9 റൈറ്റ് സൈഡിൽ വരികയും ചെയ്യും, നമ്മൾ അനിമേഷനിൽ കണ്ടതുപോലെ. അപ്പോൾ അതുകൊണ്ട് ഇത് ലാർജസ്റ്റ് നമ്പർ അവസാനം എത്തുന്ന ഒരു സോർട്ടിംഗ് ആണ്. സ്മോളസ്റ്റ് നമ്പർ ആദ്യവും വരും. അതിനെ നമ്മൾ പറയുക അസെൻഡിങ് ഓർഡർ സോർട്ടിംഗ് എന്നാണ്. അപ്പം ഇതൊരു അസെൻഡിങ് ഓർഡർ സോർട്ടിങ്ങിന്റെ കണ്ടീഷനാണ് ഈ അറേ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത്. അത് ഡിസെൻഡിങ് ഓർഡർ ആക്കണമെങ്കിൽ ആ ലെസ് ദാൻ സൈൻ അവിടെ ഇട്ടാൽ മാത്രം മതി. ഈ അറേ ഓഫ് ജെ ലെസ് ദാൻ എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് സോർട്ടിങ് മാറിക്കോളും. തൊട്ടടുത്ത് തന്നെ ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഒരു പാസിന് ശേഷം രണ്ടാമത്തെ പാസിന് വേണ്ടി ഔട്ടർ ലൂപ്പ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഔട്ടർ ലൂപ്പിലുള്ള 4ലേക്ക് പോവുകയും അടുത്ത ഐ വേരിയബിൾ എടുത്തുകൊണ്ട് വീണ്ടും സെക്കൻഡ് പാസ് ആരംഭിക്കുകയും ചെയ്യും. സെക്കൻഡ് പാസിലും ഇതേ പ്രോസസ് തന്നെ ആരംഭിക്കും. പക്ഷെ അവസാനം വരെ പോവുകയില്ല. 9 - i എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എട്ടാമത്തെ ലൊക്കേഷൻ വരെ, അതായത് 7ാമത്തെ ഇൻഡെക്സ് വരെ മാത്രമേ ഇവിടെ പോവുകയുള്ളൂ. ഈ ലൂപ്പ് എല്ലാ പാസും കഴിയുമ്പോൾ നമ്മളുടെ അറേ നമ്മൾ അനിമേഷനിൽ കണ്ടതുപോലെ സോർട്ടഡ് ഓർഡറിൽ ആയി കാണും. ഇനി അതിനെ നമുക്ക് പ്രിന്റ് ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നു. സാധാരണ i = 0, i less than 10. 10 നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് 9th ഇൻഡെക്സ് വരെ പോകേണ്ടതുണ്ട്. എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യുന്നു. ദെൻ മെയിൻ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നു. വളരെ എളുപ്പം മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഈ ബബിൾ സോർട്ട് ഇവിടെ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. അനിമേഷൻ വീഡിയോ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. വേറെയും സോർട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സോർട്ടിംഗ് അൽഗോരിതംസ് മാത്രമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അറേ എലമെന്റ്സ് ടു ഫംഗ്ഷൻ. ഒരു അറേ എലമെന്റിനെ എങ്ങനെയാണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ നോക്കുക. രണ്ട് രീതിയിൽ പാസ് ചെയ്യാം. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ വാല്യൂ മാത്രമാണ് പോവുക. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്രസ് ആയിരിക്കും പോവുക. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് നേരത്തെ ഫംഗ്ഷൻ കോൾസിൽ പഠിച്ചിട്ടുണ്ട്. ഇൻ കോൾ ബൈ വാല്യൂ മെത്തേഡ്, വാല്യൂ ഓഫ് അറേ element is passed into the function. In call by reference method, address of the array is passed into the function.
ബോത്ത് ആർ സിമിലർ ടു ദ പാസിംഗ് ആൻ ഓർഡിനറി വേരിയബിൾ ടു ഫംഗ്ഷൻ. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇവിടെ ഇല്ല. അറേ എലമെന്റ് പാസ് ചെയ്യുന്നത് ഒരു സാധാരണ വേരിയബിൾ പാസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഈ ഒരു ചെറിയ പ്രോഗ്രാമിലൂടെയാണ് ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൾ ബൈ വാല്യൂ മെത്തേഡിലാണ് ഈ പ്രോഗ്രാമിൽ വാല്യൂ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ പ്രോഗ്രാമിനൊരു ലക്ഷ്യം കൂടിയുണ്ട്, കൗണ്ട് ഈവൻ നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ. അതായത് ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു ഫംഗ്ഷനിലാണ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലാണ്. ആ ഫംഗ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമ്പർ ഈവൻ ആണോ എന്ന് നോക്കും. ഈവൻ ആണെങ്കിൽ അതിൻ്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് അറേ എലമെന്റ് ആണ്. സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഹെഡർ ഫയൽസ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് കൊടുത്തിരിക്കുകയാണ്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനിലെല്ലാം തന്നെ ഇത് വേണം. ഫംഗ്ഷൻസ് പഠിച്ചപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഡ്, ഈവൻ, ഇൻഡ് എന്താണ് പ്രോട്ടോടൈപ്പിന്റെ മീനിങ്? റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ ആണ്, ഫംഗ്ഷന്റെ പേര് ഈവൻ, പാരാമീറ്ററിന്റെ ടൈപ്പും ഇൻഡ് തന്നെയാണ്. വോയിഡ് മെയിൻ, ഇൻഡ് ഐ കൗണ്ട് ഈക്വൽ ടു 0. നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ ഒരു കൗണ്ട് വേരിയബിൾ വേണം. അതിന് ഇനീഷ്യൽ വാല്യൂ 0 കൊടുത്തിരിക്കുന്നു. 10 നമ്പേഴ്സ് ആണ് നമ്മളിവിടെ സാമ്പിൾ ആയിട്ട് എടുത്തിട്ടുള്ളത്. അറേ 10 എൻ്റർ 10 നമ്പേഴ്സ്. ഫോർ ലൂപ്പ് സ്കാൻഎഫ് ഉപയോഗിച്ച് 10 നമ്പറിനെ ഇൻപുട്ട് ചെയ്യുന്നു. ഇവിടെ ഈവൻ നമ്പേഴ്സ് കൗണ്ട് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. 10 നമ്പറിലും ചെക്ക് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് ഫോർ ലൂപ്പ് തന്നെ എഴുതിയിരിക്കുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇഫ് ഈവൻ അറേ ഐ, ഇഫ് ഈവൻ അറേ ഐ. ഈവൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ ആണ്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന പാരാമീറ്റർ അറേ ഐ. ഇവിടെയാണ് നമ്മളുടെ ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഇവിടെയാണ് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് ഒരു അറേ എലമെന്റിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഈവൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആക്ച്വൽ പാരാമീറ്റർ ആയി നമ്മൾ സെൻഡ് ചെയ്യുന്നത് അറേ ഐ ആണ്. അതായത് ഇപ്പോൾ ഏത് നമ്പറാണോ ഐക്കുള്ളത്, വാല്യൂ ആണോ ഐക്കുള്ളത്, ആ ലൊക്കേഷനിലുള്ള വാല്യൂവിനെ ഈവൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. ആദ്യം പാസ് ചെയ്യുന്നത് 0th ലൊക്കേഷനിലുള്ള നമ്പറിനെ ആയിരിക്കും. ആ നമ്പർ ഈവൻ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകും. അവിടുന്ന് ഈവൻ ആണെങ്കിൽ ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്തു വരും. ഈഫ് കണ്ടീഷനിൽ ട്രൂ വാല്യൂ ആണ് ബ്രാക്കറ്റിൽ വരുന്നതെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ്. ഈവൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ വാല്യൂ ആണെങ്കിൽ മാത്രമേ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ കൗണ്ടിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുകയില്ല. ഇപ്പോൾ കൗണ്ടിന്റെ വാല്യൂ 0 കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ നമ്പറിനെ സെൻഡ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ കൗണ്ട് പ്ലസ് പ്ലസ്. ഇതാണ് ഈ സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ്. ഫോർ ലൂപ്പിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ കോളാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇത് കോൾ ബൈ വാല്യൂവിന് ഒരു എക്സാമ്പിൾ കൂടിയാണ്. അറേ എലമെന്റിനെ കോൾ ബൈ വാല്യൂ മെത്തേഡ് ഉപയോഗിച്ച് പാസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ ആണ്. ഈവൻ കൗണ്ടിനെ നമ്മൾ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യുകയാണ്. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഈവൻ എങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് നോക്കാം. ഇൻഡ് ഈവൻ, ഇൻഡ് എൻ. അതായത് ഇങ്ങോട്ട് വരുന്ന അറേ എലമെന്റിനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ എൻ ആണ്. ഇൻഡ് എൻ പാരാമീറ്റർ, ഫോർമൽ പാരാമീറ്റർ എന്നാണ് അതിനെ പറയുക. എൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നിലേക്കാണ് നമുക്ക് അറേ എലമെന്റിനെ പാസ് ചെയ്യുമ്പോൾ സ്റ്റോർ ചെയ്യുന്നത്. ആ എൻ ഈവൻ നമ്പർ ആണെന്ന് നോക്കുന്നതാണ് ഈ കാണുന്നത്. എൻ മോഡ് 2 ഈക്വൽ ടു 0. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണെങ്കിൽ, റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പർ ഈവൻ നമ്പർ ആണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ 1. ഇവിടെ 1 റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ട്രൂ വാല്യൂ ആണ്. അങ്ങനെയല്ല എങ്കിൽ റിട്ടേൺ 0. 0 റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഫോൾസ് വാല്യൂവിനാണ്. നമുക്ക് മറ്റു പല സിറ്റുവേഷൻസിലും ഈ ലോജിക്ക് ഉപയോഗിക്കാം. റിട്ടേൺ 1 ആൻഡ് റിട്ടേൺ 0, ട്രൂ ആൻഡ് ഫോൾസ്. ഇവിടെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുകയാണ്. ചെറിയൊരു ഫംഗ്ഷനാണ്. അതിനകത്ത് ഈവൻ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഓഡ് ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. റിട്ടേൺ ചെയ്യുന്ന വാല്യൂ 1 അല്ലെങ്കിൽ 0 ആയതുകൊണ്ട് റിട്ടേൺ ടൈപ്പ് ഇൻഡ് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷനിലെ റിട്ടേൺ വാല്യൂ തൊട്ട് മുമ്പുള്ള ഫംഗ്ഷനിലേക്ക് ചെല്ലും, മെയിൻ പ്രോഗ്രാമിലേക്ക് ചെല്ലും. അവിടെ നമ്മൾ അതിനനുസരിച്ച് പ്രിന്റ് ചെയ്യും. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ഒരു മെയിൻ പ്രോഗ്രാമും കൂടിയുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ്. കോൾ ബൈ വാല്യൂ അതിന് ഒരു എക്സാമ്പിളാണ്. അറേ എലമെന്റിനെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിളാണ്. അടുത്തത് കോൾ ബൈ റെഫറൻസ് വഴി എങ്ങനെയാണ് ഒരു അറേ എലമെന്റിനെ പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. കോൾ ബൈ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്രസ് ആണ് പാസ് ചെയ്യുക. ഫംഗ്ഷനിൽ ആ വാല്യൂസിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ഒറിജിനൽ വാല്യൂവിനും മാറ്റം വരും എന്നുള്ളതാണ് കോൾ ബൈ റെഫറൻസിന്റെ പ്രത്യേകത. അതനുസരിച്ച് ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പ്രോഗ്രാം ഉപയോഗിക്കുന്നത് ചേഞ്ച് ദ സൈൻ ഓഫ് എവറി എലമെന്റ്. ഒരു അറേയിലുള്ള എല്ലാ വാല്യൂസിന്റെയും
സൈൻ മാറ്റുകയാണ്. അതായത് പോസിറ്റീവ് സൈൻ ആണെങ്കിൽ നെഗറ്റീവ് ആക്കും, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ആക്കും. ഇൻവേഴ്സ് പ്രോസസ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രോഗ്രാമാണ് ഇവിടെ സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഹെഡർ ഫയൽ, ഫംഗ്ഷന്റെ പേര് ഇൻവേഴ്സ് ആണ്, വോയിഡ് ഇൻവേഴ്സ്. ഇവിടെ ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് സൈൻ മാറ്റുന്ന പ്രോസസ്സ് മാത്രമേ ഫംഗ്ഷനിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് ഒരു അഡ്രസ് ആയിരിക്കും ഫംഗ്ഷനിലേക്ക് വരിക. ആ അഡ്രസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പാരാമീറ്റർ ടൈപ്പ് ഒരു പോയിന്റർ ആയിരിക്കണം. അതുകൊണ്ടാണ് ഇൻഡ് സ്റ്റാർ എന്ന് കൊടുത്തിട്ടുള്ളത്. പാരാമീറ്റർ പോയിന്റർ ആണെങ്കിൽ ഡാറ്റ ടൈപ്പും അതിൻ്റെ കൂടെ ഒരു സ്റ്റാറും കൂടിയാണ് എഴുതേണ്ടത്. ഇൻഡ് സ്റ്റാർ. ഇതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ദെൻ മെയിൻ പ്രോഗ്രാം. അതിൽ നമ്മൾ ഒരു ഇൻഡെക്സ് വേരിയബിളും അറേയും ഡിഫൈൻ ചെയ്യുന്നു. 10 നമ്പേഴ്സിനെ ഇൻപുട്ട് ചെയ്യുന്നു. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പതിവ് പോലെ 10 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ നമ്പേഴ്സിനും ഇൻവേഴ്സ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അതിനും ഒരു ഫോർ ലൂപ്പ് എഴുതി ആദ്യത്തെ നമ്പർ കിട്ടി, അതിനെ നമ്മൾ അറേയിലേക്ക് പാസ് ചെയ്യുന്നു. ഇൻവേഴ്സ് വിത്തിൻ ബ്രാക്കറ്റ്സ് ആംപർസാൻഡ് അറേ ഐ, ARRI. ഇവിടെയാണ് ഫംഗ്ഷൻ കോൾ. കോൾ ബൈ റെഫറൻസ് ആയതുകൊണ്ട് ആംപർസാൻഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ പാസ് ചെയ്യുന്നത് വാല്യൂ അല്ല, അഡ്രസ് ആണ്. ARRന്റെ അഡ്രസ്, ARRI എന്ന് പറയുന്ന ith വാല്യൂവിന്റെ അഡ്രസ് ആണ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത്. ഇൻവേഴ്സ് ഫംഗ്ഷനിലേക്ക് അത് ചെല്ലും. എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഇൻവേഴ്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കുമെന്ന് മനസ്സിലാക്കുക. വീണ്ടും ഈ നമ്പേഴ്സിനെ പ്രിന്റ് ചെയ്യുകയാണ്. സൈൻ മാറ്റിയിട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും പ്രിന്റ് ചെയ്യാനും വേണ്ടി ഒരു ഫോർ ലൂപ്പും കൂടി എഴുതിയിരിക്കുന്നു. എല്ലാ വാല്യൂസും പ്രിന്റ് ചെയ്യും. മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇൻവേഴ്സിൽ ചെല്ലുമ്പോൾ അതിനെ നമ്പർ സൈൻ മാറ്റി തിരിച്ച് അറേയിലേക്ക് തന്നെയാണ് സ്റ്റോർ ചെയ്യുക. കാരണം ചേഞ്ച് ചെയ്യുന്നത് ഒറിജിനൽ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും റിട്ടേൺ ചെയ്യേണ്ട ആവശ്യമില്ല. അറേയുടെ ഉള്ളിൽ തന്നെയാണ് മാറ്റം വരുന്നത്. ഇങ്ങനെയാണ് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. വോയിഡ് ആണ്, റിട്ടേൺ ടൈപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വോയിഡ് ഇൻവേഴ്സ് ഫംഗ്ഷൻ നെയിം വിത്തിൻ ബ്രാക്കറ്റ്സ് ഇൻഡ് സ്റ്റാർ n. പോയിന്റർ വേരിയബിൾ വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞു. കാരണം വരുന്നത് ഒരു അഡ്രസ് ആണ്. അഡ്രസ്സിനെ പോയിന്റർ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. content of n equal to content of n into -1. content of n equal to content of n into -1. ജസ്റ്റ് കണ്ടന്റ് എടുത്തുകൊണ്ട്, ഈ അഡ്രസ്സിലെ കണ്ടന്റ് എടുത്തുകൊണ്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ആ അഡ്രസ്സിലേക്ക് തന്നെ അതിന്റെ കണ്ടന്റ് മാറ്റുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടന്റ് ഓഫ് n. n ഒരു പോയിന്റർ വേരിയബിൾ ആണ്, അല്ലെങ്കിൽ ഒരു അഡ്രസ് വേരിയബിൾ ആണ്. ആ അഡ്രസ് വേരിയബിളിന്റെ കണ്ടന്റ് എടുത്ത് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും അതേ ലൊക്കേഷന്റെ കണ്ടന്റ് ആയിട്ട് അതിനെ മാറ്റുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഇൻവേഴ്സ് ഫംഗ്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫംഗ്ഷനിൽ വരുമ്പോൾ അതിന്റെ അറേയിലുള്ള ആക്ച്വൽ വാല്യൂ ഇൻവേഴ്സ് ചെയ്യപ്പെടും. മെയിൻ പ്രോഗ്രാമിൽ അതിനുശേഷം അത് പ്രിന്റ് ചെയ്യിക്കുന്നുമുണ്ട്. അപ്പോൾ കോൾ ബൈ റെഫറൻസ് ഒരു ഫംഗ്ഷന്റെ ഒരു എലമെന്റിനെ, ഒരു അറേ എലമെന്റിനെ ഫംഗ്ഷനിലേക്ക് റെഫറൻസ് വഴി പാസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചത്. എങ്ങനെയാണ് അറേ പോയിന്റർ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ട് അറേ എലമെന്റ്സിനെ നമുക്ക് പോയിന്റർ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാം. എന്താണ് പോയിന്റർ എന്നുള്ളത് മറ്റൊരു സെഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോയിന്റർ അരിത്മെറ്റിക് ആണ് അറേ പ്രോസസ്സിംഗ് ഈസി ആക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. പോയിന്റർ അരിത്മെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ് വേരിയബിളിനെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രിമെന്റ് ചെയ്യാം. 2 ഓപ്പറേഷൻസ് മാത്രമേ അനുവദിക്കുകയുള്ളൂ, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. 1 കൂട്ടാനോ 2 കൂട്ടാനോ 3 കൂട്ടാനോ ഒക്കെ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കുറയ്ക്കാനും സാധിക്കും. ഇൻക്രിമെന്റ് ഫാക്ടർ എത്രയാണെന്നുള്ളത് വിഷയമല്ല. നമ്മൾ +1 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇൻക്രിമെന്റ് ചെയ്യുന്നത് ആ ഡാറ്റ ടൈപ്പിന്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇന്റീജറിന് 2 ബൈറ്റ് ആണ് ഈ കമ്പൈലർ ഉപയോഗിക്കുന്നതെങ്കിൽ +1 പോയിന്റർ വേരിയബിൾ +1 എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻക്രിമെന്റ് ചെയ്യപ്പെടുന്നത് വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 2 വീതമായിരിക്കും. ഫ്ലോട്ട് ആണെങ്കിൽ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത് 4 വീതമായിരിക്കും. അപ്പോൾ ഒരു ഇൻക്രിമെന്റ് +1 ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ആ ഡാറ്റ ടൈപ്പിനനുസരിച്ചിട്ടായിരിക്കും ഇൻക്രിമെന്റ് നടക്കുന്നത്. നമുക്ക് നോക്കാം. അറേ നെയിം റെപ്രസെന്റ്സ് ഫസ്റ്റ് അഡ്രസ് ഓഫ് ദ അറേ. അതായത് അഡ്രസ് ഓഫ് അറേ 0, അറേയിലുള്ള 0th എലമെന്റിന്റെ അഡ്രസ്സാണ് അറേ നെയിം റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്യാരക്ടർ അറേ സ്ട്രിംഗ് പ്രോസസ്സിംഗ്. സ്ട്രിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയിന്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് അറേസ് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഈ ചാനലിലുള്ള സ്ട്രിങ്സ് ഇൻ അറേ ഇൻ സി ലാംഗ്വേജ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
ഇവിടെ ഒരു അറേ മറ്റൊരു അറേയിലേക്ക് കോപ്പി ചെയ്യുന്ന ഒരു പ്രോഗ്രാം എക്സാമ്പിളിലൂടെ ഈ പോയിന്റർ ഓപ്പറേഷൻ നമുക്ക് പഠിക്കാം. ഹെഡർ ഫയൽ, മെയിൻ പ്രോഗ്രാം. 2 അറേ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അറേ 1, അറേ 2, സ്റ്റാർ P1, സ്റ്റാർ P2. അറേ 1, അറേ 2, സ്റ്റാർ P1, സ്റ്റാർ P2. ഇവിടെ സ്റ്റാർ P1 എന്ന് പറയുന്നത് ഒരു പോയിന്റർ വേരിയബിൾ ആണ്, ഇന്റിജർ പോയിന്റർ ആണ്. അതിന് അറേ 1ന്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സിമിലർലി P2 ഫോർ അറേ 2. ആദ്യത്തെ അറേയുടെ അഡ്രസ്സിനെ P1ലേക്ക് സ്റ്റോർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ P2ലേക്കും സ്റ്റോർ ചെയ്യുകയാണ്. 2 പോയിന്റർ വേരിയബിൾസിനും വാല്യൂ കിട്ടി. ഇവിടെ ഇൻപുട്ട് ചെയ്യാൻ പോവുകയാണ് അറേയിലേക്ക്. സാധാരണ ചെയ്യുന്നത് പോലെയുള്ള ഫോർ ലൂപ്പും സാധാരണ എഴുതുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്കാൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്, പോയിന്റർ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെയുള്ള ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് സ്കാൻ ഓഫ് ഫംഗ്ഷനിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പൊ 10 നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇനി കോപ്പി പ്രോസസ്സിലാണ് പോയിന്റർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ഫോർ ലൂപ്പ് എഴുതി. അതില് കണ്ടന്റ് ഓഫ് P2 ഈക്വൽ ടു കണ്ടന്റ് ഓഫ് P1. നമുക്കറിയാം P2 രണ്ടാമത്തെ അറയിലുള്ള ഫസ്റ്റ് അഡ്രസ് ആണ്, P1 ആദ്യത്തെ അറയുടെ ഫസ്റ്റ് അഡ്രസ് ആണ്. അപ്പൊ ഫസ്റ്റ് അഡ്രസ്സിലുള്ള കണ്ടന്റിനെ, ഫസ്റ്റ് അറയുടെ ഫസ്റ്റ് അഡ്രസ്സിലുള്ള കണ്ടന്റിനെ സെക്കൻഡ് അറയുടെ ഫസ്റ്റ് അഡ്രസ്സിലേക്ക് കോപ്പി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനുശേഷം ലൊക്കേഷൻ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, P1++ പോയിന്ററിനെ ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ അറയിലുള്ള അഡ്രസ് പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യും. P2++ രണ്ടാമത്തെ അറയിലുള്ള അഡ്രസ് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫോർ ലൂപ്പിനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ഫോർ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് വരും, അടുത്ത നമ്പർ എടുക്കും, ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഒരു അറയിലുള്ള കണ്ടന്റിനെ മറ്റൊരു അറയിലേക്ക് കോപ്പി ചെയ്യുകയാണ് ബൈ യൂസിങ് പോയിന്റേഴ്സ്. ഓരോ തവണയും 2 പോയിന്റർ വേരിയബിളും, 2 അറയ്ക്കും 2 പോയിന്റർ ഉണ്ട്, രണ്ടും ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ ഫോർ ലൂപ്പ് എഴുതിയിട്ടുള്ളത്. കോപ്പിങ്ങിന് ശേഷം കോപ്പി ചെയ്ത കോപ്പിയുടെ അറയിലുള്ള എലമെന്റ്സിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒരു ഫോർ ലൂപ്പ് എഴുതിയിരിക്കുകയാണ്. അറേ 2ലേക്ക് ഇപ്പോൾ വാല്യൂസ് വന്നു കാണും. അറേ 2 നമ്മൾ പ്രിന്റ് ചെയ്യിക്കുകയാണ്. എല്ലാ വാല്യൂസിനെയും 10 നമ്പേഴ്സിനെയും പ്രിന്റ് ചെയ്യിക്കുന്നു. അതിനുശേഷം പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കോപ്പി ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് പോയിന്റർ ഉപയോഗിച്ചിട്ടാണ്. അവിടെ അറേ 1 എന്നോ അറേ 2 എന്നോ ഒന്നും തന്നെ കാണാനില്ല. കാരണം ഇവിടെ അറേ 1ഉം അറേ 2ഉം അല്ല നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ്. പകരം അതിന്റെ അഡ്രസ് വേരിയബിളായ P1ഉം P2ഉമാണ് കോപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നമുക്ക് പോയിന്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അറേ പ്രോഗ്രാംസിനെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പോയിന്റർ ആൻഡ് അറേ ഈസ് എൻറ്റയർ അറേ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഒരു സിംഗിൾ എലമെന്റിനെ പാസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, അറേ മുഴുവനായും ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു. അറേ മുഴുവനായിട്ട് പാസ് ചെയ്യണമെങ്കിൽ അറേ അഡ്രസ് ആണ് പാസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് എ കോൾ ബൈ റെഫറൻസ്. അഡ്രസ് ഓഫ് അറേ ഈസ് പാസ്ഡ് ടു എ ഫംഗ്ഷൻ. Then the formal parameter must be a pointer variable to receive the address of array. ഞാനിപ്പോൾ തന്നെ പറഞ്ഞതാണ്, അഡ്രസ് ആണ് പാസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ റിസീവ് ചെയ്യുന്ന വേരിയബിൾ ഒരു പോയിന്റർ വേരിയബിൾ ആയിരിക്കണം. ദ ഫംഗ്ഷൻ ഈസ് എ കോൾ ബൈ റെഫറൻസ് ഫംഗ്ഷൻ. ഇവിടെ ഒരു പ്രോഗ്രാമാണ് n elements ഓഫ് അറേ യൂസിങ് എ ഫംഗ്ഷൻ. വെറുതെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒരു നമ്പർ എലമെന്റിനെ ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അതൊരു അറേ ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഫംഗ്ഷൻ ഡിസ്പ്ലേ ഇന്റ് സ്റ്റാർ കോമ ഇന്റ്. ആദ്യത്തേത് അറേ അഡ്രസ്സിനെ റിസീവ് ചെയ്യാനായിട്ടുള്ള പോയിന്റർ വേരിയബിൾ. രണ്ടാമത്തേത് എന്നിന്റെ വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു വേരിയബിൾ. അതായത് n എലമെന്റ്സിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. എല്ലാ എലമെന്റ്സിനെയും പ്രിന്റ് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് n എലമെന്റ്സിനെയാണ് പ്രിന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസ്പ്ലേ ഫംഗ്ഷന്റെ പ്രോട്ടോടൈപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിൻ പ്രോഗ്രാം ഇന്റ് i, n, array 10 നമ്പേഴ്സിനെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു.
എൻ്റർ വാല്യൂ ഓഫ് എൻ, അതായത് നമുക്ക് എത്ര നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ള വാല്യൂ എന്നിലേക്കാണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. സ്കാൻ ഓഫ് ആംപർസാൻഡ് എൻ, വാല്യൂ ഇൻപുട്ട് ചെയ്തു. ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. ഇവിടെ ഡിസ്പ്ലേ ഫംഗ്ഷനിലേക്ക് അറേ മുഴുവനായിട്ട് പാസ് ചെയ്യുകയാണ്. കാരണം ഡിസ്പ്ലേ മുഴുവൻ നടക്കുന്നത്, പ്രിന്റിംഗ് മുഴുവൻ നടക്കുന്നത് ഡിസ്പ്ലേ ഫംഗ്ഷനിലാണ്. അതുകൊണ്ട് അറേയിലുള്ള എല്ലാ എലിമെന്റ്സും ഡിസ്പ്ലേ ഫംഗ്ഷനിൽ നമുക്ക് കിട്ടണം. അതിനുവേണ്ടി അറേ മുഴുവനായിട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. അറേയുടെ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 0th എലമെന്റിന്റെ അഡ്രസ്സാണ് ഇവിടെ പാസ് ചെയ്യുന്നത്, അഡ്രസ് ഓഫ് അറേ 0. ഇവിടെ അറേ നെയിം മാത്രമായിട്ട് കൊടുത്താലും മതി, കാരണം അറേ നെയിം ഇറ്റ് സെൽഫ് റെപ്രസെന്റ്സ് ദ ഫസ്റ്റ് അഡ്രസ് ഓഫ് ദ അറേ. കൊമ എൻ, എൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വേരിയബിളിന്റെ വാല്യൂ ആണ്. അപ്പോൾ nth പൊസിഷൻ വരെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. എൻഡ് ഓഫ് മെയിൻ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചു. എങ്ങനെയാണ് ഡിസ്പ്ലേ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. വോയിഡ് ഡിസ്പ്ലേ ഇൻഡ് സ്റ്റാർ പി, സ്റ്റാർ പിയിലേക്ക് ഒരു പോയിന്റർ വേരിയബിൾ ആണ് നമുക്ക് കിട്ടുന്നത്. അഡ്രസ് ഓഫ് ദ അറേ ആണ്. മെയിൻ ഫംഗ്ഷനിൽ നിന്നും അഡ്രസ് ഓഫ് അറേ ഇങ്ങോട്ട് വരും. അതിന്റെ കൂടെ തന്നെ ഒരു എൻ വാല്യൂ കൂടി വരുന്നുണ്ട്. അതിനെ റിസീവ് ചെയ്യാൻ ഇവിടെ എഴുതിയിരിക്കുന്ന വേരിയബിളും എൻ തന്നെയാണ്. ഇൻഡ് ജെ ഒരു ഇൻഡെക്സ് വേരിയബിൾ ആണ്. ഫോർ ജെ ഈക്വൽ ടു 0 ജെ ലെസ് ദാൻ എൻ ജെ പ്ലസ് പ്ലസ് ഫോർ ലൂപ്പ് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, ജെ ലെസ് ദാൻ എൻ എന്നാണ് എഴുതിയിട്ടുള്ളത്. പാരാമീറ്റർ ആയിട്ട് വന്ന എൻ വാല്യൂ ആണ് ഈ ജെ ഫോർ ലൂപ്പിന്റെ അവസാനത്തെ വാല്യൂ. അതായത് nth പൊസിഷൻ വരെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പ്രിന്റ് ഓഫ് %d ദെൻ കണ്ടന്റ് ഓഫ് പി, പോയിന്റർ ഉപയോഗിച്ച് അതിനെ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം പോയിന്റർ വേരിയബിളിനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ അഡ്രസ്സാണ് ആദ്യം പ്രിന്റ് ചെയ്യുക, അതിലുള്ള കണ്ടന്റ് ആയിരിക്കും ആദ്യം പ്രിന്റ് ചെയ്യുക, അതായത് ഫസ്റ്റ് നമ്പർ. അതിനുശേഷം പോയിന്റർ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത വാല്യൂ പ്രിന്റ് ചെയ്യും. അങ്ങനെ പോയിന്റർ അരിത്മെറ്റിക് ഉപയോഗിച്ച് എല്ലാ വാല്യൂസിനെയും നമ്മളിവിടെ പ്രിന്റ് ചെയ്യും. എല്ലാ വാല്യൂസിനെയും എന്ന് പറയുമ്പോൾ nth പൊസിഷൻ വരെയുള്ള എല്ലാ വാല്യൂസിനെയും പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുകയും ചെയ്യും മെയിൻ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ഇവിടെ ഒരു എൻറ്റയർ അറേ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ ഒരു സെഷനിലൂടെ സിംഗിൾ ഡയമെൻഷണൽ അറേസ് എങ്ങനെ ഇൻപുട്ട് ചെയ്യാം, എങ്ങനെ പ്രിന്റ് ചെയ്യാം, എങ്ങനെ പോയിന്റർ ഉപയോഗിച്ച് മാനേജ് ചെയ്യാം, എങ്ങനെ നമ്മൾ അതിനെ ഫംഗ്ഷനിലേക്ക് കോപ്പി ചെയ്യാം, എലമെന്റ് എങ്ങനെ കോപ്പി ചെയ്യാം, അറേ മുഴുവനായിട്ട് എങ്ങനെ കോപ്പി ചെയ്യാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതോടൊപ്പം തന്നെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ബബിൾ സോർട്ട് അൽഗോരിതം, ബബിൾ സോർട്ടിന്റെ ലോജിക് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കി. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള മറ്റുള്ള സെഷനുകൾ ലഭിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.